ഇപ്പോൾ ഇന്ത്യൻ മുൻ താരം ടിനു യോഹന്നാൻ കൂടി നമുക്കൊപ്പം ചേർന്നു. ടിനു, ടോസ് ഭാഗ്യം പാകിസ്ഥാനാണ്, പക്ഷേ കളിയുടെ ഭാഗ്യം ഇന്ത്യയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ടോസ് ഒരല്പം നിർണായകമായിരുന്നു ഈ കളിയിൽ. പക്ഷേ ഇന്ത്യക്ക് എപ്പോഴും ഒരു ആധിപത്യം ഈ ടൂർണമെൻറ്റിൽ നമുക്ക് കണ്ടിരുന്നു. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോസ് പാകിസ്ഥാനെ നേടിയത് കൊണ്ട് തന്നെ കളി ഒന്ന് ബാലൻസ് ആവാനായിട്ടുള്ള ചാൻസസ് ആണ് ഞാൻ കാണുന്നത്. ടോസ് എന്തുകൊണ്ട് ക്രൂഷ്യലാവും എന്ന് ചോദിച്ചാൽ പിച്ചിൽ അല്പം ടേൺ നമ്മൾ കണ്ട് വന്നിരുന്നു. എസ്പെഷ്യലി ആ ബംഗ്ലാദേശ് ഗെയിമൊക്കെ കാണുമ്പോൾ അല്പം ടേൺ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ നമുക്ക് പിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ എക്സ്പേർട്സും പറഞ്ഞിരുന്നു അല്പം ടേൺ ഉണ്ട് എന്ന്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് അല്പം ടേൺ ഉണ്ടെങ്കിൽ സ്പിന്നേഴ്സിനെ കളിക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ട് ഇന്ത്യൻ ബാറ്റേഴ്സ് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോർ പാകിസ്ഥാൻ അടിക്കാൻ കഴിഞ്ഞാൽ, വലുതെന്ന് പറയുമ്പോൾ ഒരു 270, 280 എവിടെയെങ്കിലും അടിക്കാൻ കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല ഈ വിക്കറ്റിൽ. ആസ് എ പേസ് ബോളർ ഒരുപക്ഷെ വലിയ സങ്കടമുണ്ടാവുക ബുംറയുടെ അഭാവം തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൽ ഉള്ളത്. സമീപകാലത്ത് ബുംറ നമുക്ക് കൊണ്ടുവന്ന വലിയ നേട്ടങ്ങൾ, കഴിഞ്ഞ 2020 ലോകകപ്പിലൊക്കെ തന്നെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ബുംറ എത്ര കണ്ട് ക്രൂഷ്യലായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആസ് എ പേസ് ബോളർ ഇന്ത്യയുടെ പേസ് ബൗളിംഗ് യൂണിറ്റ് ശക്തമാണോ? കഴിഞ്ഞ മത്സരത്തിൽ ഷമി 5 വിക്കറ്റ് എടുത്തെങ്കിൽ പോലും ബുംറയുടെ ഒരു ഈക്വൽ റീപ്ലേസ്മെന്റ് നമുക്ക് ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. അദ്ദേഹം വേറൊരു ലെവൽ ബോളറാണ്. പക്ഷേ ഹർഷിത് റാണെ ഈ ഒരു ടൂർണമെന്റിൽ കൊണ്ടുവന്നു. അദ്ദേഹം ഇതുവരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് രീതിയാണ് കാണിച്ചത്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാം. എല്ലാം സെഷൻസിലും എല്ലാം ഫേസസിലും, അത് പവർ പ്ലേ ആണെങ്കിലും മിഡിൽ ഓവേഴ്സ് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുംറ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആ ഒരു ചുമതല തന്നെ ഹർഷിത് റാണ നിർവഹിച്ചിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇല്ലായിരുന്നത് ഷമിയായിരുന്നു. അപ്പം ഷമി തിരിച്ച് വന്നതോടെ ഒരു മൂർച്ച കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം 5 വിക്കറ്റ് എടുത്ത് കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും സ്കില്ലും ഈ ഒരു ടൂർണമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.